ലക്ഷ്മിയെ മോളൊരുങ്ങിയോ? അവര് വരാൻ സമയമായിട്ടാ തോന്നുന്നേ. നീ ഒരുങ്ങിയോന്നല്ല ചോദിച്ചേ, നമ്മുടെ മോളൊരുങ്ങിയോന്നാ ചോദിച്ചേ. ഓ, നീ ഇവിടെ നിന്ന് താളം ചോട്ടാതെ അവൾ ഒരുങ്ങിയോന്നൊന്ന് നോക്ക്. ഓ, എന്നെ കാണാനല്ലല്ലോ അവര് വരുന്നേ, മോളെ കാണാനല്ലേ. ലക്ഷ്മിയെ ഒന്നിങ്ങി വന്നേ. ഓ, നീ ഇങ്ങനെ ചാടിക്കടിക്കാതെ. ഈ സമയത്ത് അവരെങ്ങാനും കയറി വന്നാലോ? നിന്നെ പോലെയാണ് മോളെന്ന് കരുതത്തില്ലേ? അതല്ല, അവരെന്ത് ചോദിക്കുന്നുള്ളതാണ്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ മോൾ ഒരുങ്ങിയോന്ന് നോക്ക്, ഞാൻ ആലോചിച്ചോളാം. മോളെ ഒരുങ്ങിയോ? ആ ഒരുങ്ങാം. വേഗം ഒരുങ്ങ്, അവരിപ്പോ എത്തും. ലക്ഷ്മി, മോളെ വിളിച്ചോ? അവര് വന്നെന്നാ തോന്നുന്നേ. മോളെ അവരെത്തി. ആ ശരിയോ? ഇവരൊക്കെ ആരാ? പരിചയപ്പെടുത്തിയ മനസ്സിലായി കണ്ടപ്പോഴേ. വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ? അതിനെ കുറിച്ച് ബ്രോക്കറൊന്നും പറഞ്ഞില്ലായിരുന്നു. ബ്രോക്കറങ്ങനെ പലതും വിട്ടുപോകുന്നുണ്ട്. എന്തൊക്കെ പറയാനെടുക്കുന്ന ലക്ഷ്മിയെ മോളെ വിളിച്ചോളൂ. അമ്മാവനെ എല്ലാരും എടുത്ത് കഴിക്കും. മോളുണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? പിന്നെ എന്തൊക്കെയായി കാര്യങ്ങൾ? നമുക്ക് നോക്കം പോലെ സംസാരിക്കണമെങ്കിൽ ഇരിക്കണവിടെ. അവര് സംസാരിക്കണതിന് മുന്നേ നമ്മൾ മുതിർന്നവരെ തീരുമാനിക്കാൻ ഉറപ്പിക്കണ്ടേ? അങ്ങനെയല്ലേ നാട്ടുകാർക്ക്? ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. നമ്മുടെ ചെക്കൻ സർക്കാർ ഉദ്യോഗസ്ഥനാ, അതും സ്ഥിരം ജോലി. അപ്പോ മോളും MA വരെ പഠിച്ചിട്ടുണ്ട്. അത് താൽക്കാലിക ജോലിയല്ലേ? നമ്മുടെ ചെക്കൻ അങ്ങനെയാണോ? അത് മനസ്സിലായി. എന്നാലും അവർക്കും ഒരു ജോലിയുള്ളതല്ലേ. ഈ വാടക വീടും വെച്ച് എത്ര നാളെ പോവും? അതിനെ കുറിച്ച് നമ്മുടെ ചെക്കൻ ബ്രോക്കറായി പിന്നെയും കുറെ കാര്യങ്ങൾ വിട്ടു പോകുന്നുണ്ട്. നമ്മൾ തന്നെ പറയാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വലിയച്ഛന്റെ മോന്റെ കല്യാണമായി. 101 പവനും മാരുതി കാർ. അതെന്തേലാവട്ടെ. അപ്പോ ഇഷ്യൂ ഓർക്കേണ്ടതായിരുന്നു നമുക്ക്. എന്നാലും മോൾ ഇത്രയും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കൊടുക്കും? എനിക്കുള്ളതെല്ലാം. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളൊരു സംഖ്യ പറ. സംഖ്യ പറയാമെന്ന് ഉദ്ദേശിച്ചാൽ എനിക്കുള്ളതെല്ലാം മോക്കുള്ളത് തന്നെയാണ്. ഈ വാടക വീടിന്റെ കാര്യമല്ലേ ചോദിച്ചേ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. വേറെ അധികമൊന്നുമില്ല. ഒരു കല്യാണമൊക്കെ ആകുമ്പോ നിങ്ങൾ നാട്ടുകാർക്കൊക്കെ ഇല്ലേ?
പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച സർക്കാർ ദിവസമായിട്ട് വെറുതെ ഈ കടുപ്പത്തിൽ വന്നു പോയോ? സ്ഥിര ജോലിയുള്ള ആരെങ്കിലും വരുമോ ഈ കാലി പഠിക്കൊക്കെ? പണമല്ലല്ലോ നോക്കുന്നേ. പണമല്ലാതെ വേറെ എന്താ വരുന്നത്? എന്റെ മരുമോൻ ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഖ്യ തരാൻ പറ. അച്ഛാ, ഒന്ന് നിർത്തിക്ക്. എന്താണ് നടക്കുന്നത്? പെണ്ണ് സംസാരിക്ക്. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ മുതിർന്നവരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബ്രോക്കറെ ഇവിടെ അങ്ങനെ എല്ലാം തോന്നുന്നു. ഇത് എന്നെ കൂടി ചെയ്തല്ലേ, അപ്പൊ എനിക്ക് അഭിപ്രായം പറയാം. ആവാ, പക്ഷെ അത് നമ്മുടെ തെറ്റ് വേണ്ട. അതെ ബ്രോക്കറെ, ഇതും നടക്കില്ല, നമുക്ക് പോയേക്കാം. ആ, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നെ പാളത്തിൽ വലുതാക്കാൻ എന്റെ അച്ഛനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടു. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങള് ഒരു പെണ്ണടിച്ചിരിക്കണം. പിന്നെ ഇത് മനസ്സിലാക്കാൻ ഇനി പെണ്ണായിട്ട് ജനിക്കാൻ പോവല്ലേ? ആ പറ്റും. എനിക്ക് ശമിക്കാനൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പെണ്ണാണെന്ന് ഞാൻ 1000 വട്ടം ശമിച്ചേനെ. ഇയാളെന്താ ശമിച്ചോണ്ടിരിക്കും? നമുക്ക് പോയാലോ? അമ്മ നമുക്ക് പോയാലോ? ബ്രോക്കറെ വേണോ? उत्तिष्ठ नरसार्दूला कर्तव्यं दैवमात्मिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु. മുടി നന്നായി നരയ്ക്കുന്നു. ആരാ നമ്മുടെ വീട്ടിലെ പെൺകുട്ടി? അമലേ, അമലേ, എന്താ? നിനക്കിതെന്താ പറ്റിയേ? എനിക്കറിയില്ല അച്ഛാ. ഇന്നലെ പെണ്ണ് കാണാൻ പോയ കാര്യം പറഞ്ഞില്ലേ, അവിടെ നിന്ന് കിട്ടിയ ശാപാണോ എന്താണോ എനിക്കറിയില്ല. ഞാനിപ്പോ ഇങ്ങനെ അയച്ചാ. എന്റെ ഭഗവതി, എന്റെ കുടുംബം തൊലഞ്ഞല്ലോ. അച്ഛൻ ഞാനിനി എന്ത് ചെയ്യും അച്ഛാ? എങ്ങനെ ഞാൻ ഈ കൊലത്തിന് പുറത്തൊക്കെ പോകും? അതിലെന്താ ഇപ്പൊ നിനക്ക് പുറത്തു പോയാ? നല്ല രസമാണല്ലോ പെണ്ണായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. പുറത്തു ഇറങ്ങിയ ഓരോരുത്തര് നോട്ടം, ബസ്സിൽ കയറിയ തോണ്ടല്, പിച്ചില്, നുള്ളല്, മാന്തല് ഒന്നും വേണ്ട. ഈ പകൽമാന്യന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ പനി സ്വരൂപം പറയണമെങ്കിൽ ഒറ്റയ്ക്ക് അവരുടെ കൂടെ ഒന്ന് നിൽക്കണം. ഇനി അതൊക്കെ പോട്ടെ, കുറച്ചു നേരം വൈകി ഒത്തിരി രാത്രിയായിരുന്നു വീട്ടിൽ വരാന്ന് വെച്ച് കഴിഞ്ഞാലോ കയ്യും കാലും മര്യാദ തിരിച്ചു വന്നാ വന്നു. എന്റെ ജീവിതം തൊലഞ്ഞച്ചാ. നീ വിഷമിക്കാതെ, ഞാൻ ആലോചിക്കട്ടെ. വിഷമിക്കാതെ നീ ഇതിപ്പോ എവിടെ വന്നു? കൊണ്ട് അമലാണോ? അമ്മല എടാ, അമല്. എന്താ ഇവിടെ? വേണ്ട, ഇതിവിടെ ശരിയാവില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ പോലെ. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രോക്കറെ വിളിക്കാൻ പോകും. കണ്ടില്ലേ? ചാനലും പറയണ്ട. പറയണല്ലോ. എന്താ പേര്? അമലാക്കി. അമലാക്കി. കല്യാണം കഴിഞ്ഞാലും പേരിന്റെ ഇനീഷ്യൽ ഒന്ന് മാറ്റേണ്ടി വരും. അമല പങ്കജ്. നീന്തേ നല്ല പേരല്ലേ? ഒന്ന് പറഞ്ഞേ. അമല പങ്കജ്. വെരി ഗുഡ്. കല്യാണം കഴിഞ്ഞാലും കുട്ടിയെ ഭാവി കാര്യങ്ങളൊന്നും ഭൂതകാലവും ചെയ്യാൻ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എന്ന പോലെ ഒരു റിസ്ക് എടുക്കാൻ അല്ല, ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിച്ചോ. ജോസഫിന്റെ കടയിലെ റിസ്കാ. കൂടുതലായ
പറയുകയാണെങ്കിൽ പണക്കാരനാണെങ്കിലും അതിൻ്റെതായ യാതൊരു പൊങ്ങച്ചും എനിക്കില്ല. നിർത്തണ്ട. പിന്നെ ഇതിനുള്ള റിസ്കിന്റെ ഭാഗമായി എനിക്ക് 1 കോടി രൂപ വേണം. 1 കോടി ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥലമായിരിക്കണോ? എന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് 1 കോടി കുറവാണ്. നമ്മളൊന്നും വിചാരിക്കരുത്. ഈ വീടിന്റെ പേരൊക്കെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആകെ തകർന്ന് നിൽക്കുന്ന സമയം. അതുകൊണ്ട് താങ്കൾ വീട്ടുപേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ? എന്റെ സമയം മെനക്കെടുത്താനായിട്ട് ഞാൻ പോകുന്നു ബ്രോക്കറെ. നമുക്ക് സംസാരിക്കാം. ബിസിനസിന്റെ കാര്യത്തിൽ ഡിസ്കൗണ്ട് ഞാൻ എടുക്കാറില്ല. എന്നിരുന്നാലും നാളെ ഉറക്കം ഒഴിഞ്ഞൊക്കെ എഴുന്നേൽക്കുമ്പോ ഇവിടെ ഞാനായി മാറില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരിക്കലും നടക്കില്ല. അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഈ കാര്യം വേണ്ട. ഞാൻ പോകുന്നു. പറ്റില്ല ബ്രോക്കറെ, പറ്റില്ല. അച്ഛാ, അച്ഛാ, എന്താ? നമ്മളിനി എന്ത് ചെയ്യും? എന്റെ ജീവിതം തോൽഞ്ഞു. ഞാൻ ഇനി എന്ത് ചെയ്യാനാ? കണ്ട വീട് തോറും കേട്ട് കല്യാണം ആലോചിക്കുന്നതിന് പകരം കച്ചവടം നടത്തിയിട്ട് ഇപ്പൊ എന്നെ പറയുന്നു. നീ നിന്റെ അമ്മാവൻ കെട്ടിട്ട് വെച്ചത് അച്ഛാ, അതിന് വേണ്ട. അച്ഛാ, ഇതിന് എന്തെങ്കിലും പോവഴി കണ്ടേ പറ്റൂ. എനിക്കിനി ആലോചിച്ചിട്ട് ഒരു കാര്യം തോന്നുന്നുള്ളൂ. നീ പോയ ആ പെൺകുട്ടിയോട് മാഫി ചോദിക്ക. അത് തന്നെ. പിന്നെ ഞാൻ പോകും. അച്ഛനും കൂടെ വരൂ. എന്റെ അവസ്ഥ ഇതായില്ലേ? ഞാൻ വരാം. മോളെ രക്ഷിക്കണം മോളെ. ആരാ? അച്ഛാ, അമ്മേ, നിങ്ങൾ വന്നേ. ഇതാരാ? എന്താ മോളെ? ഞങ്ങൾ അറിയില്ലേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛാ, അച്ഛനെ ഓർമ്മയില്ലേ? ഞാൻ അമ്മ. ഏതാടി നീ? അച്ഛാ, കഴിഞ്ഞ ദിവസം അച്ഛന്റെ മോളെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഒരിക്കൽ അമ്മാവിന്റെ ഒക്കെ കൂടെ സർക്കാർ ജോലിയൊക്കെ ഉള്ള ഞാൻ. പെണ്ണ് കാണാൻ മതിയോ? അച്ഛാ, ഞാൻ പെണ്ണല്ല, ആണാ. അവൻ ലക്ഷ്മി എന്തുണ്ടോ നടക്കുന്നേ? ഇതാരാ? ഇതാരാണ്? ഇതെന്റെ അച്ഛനാ. നീ നേരത്തെ എന്തോ മനസ്സിലെന്ന് വിളിച്ചോ? അയ്യോ അച്ഛൻ, ഞാൻ അച്ഛൻ ആ കുട്ടിയുടെ അച്ഛനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നു. ഇത് എന്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ. ഞാൻ ചെയ്തതിനൊക്കെ കൊടുക്കണം. ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. എന്റെ ഈ അവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഞാൻ എന്താ ചെയ്യാനാ? ഞാൻ ഇതിന് വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ കണ്ടുപിടിക്കുന്നേ? ഇറങ്ങി പോവാ. അച്ഛാ, അച്ഛാ, എന്ത് ചെയ്യും അച്ഛാ ഇനി? ചെയ്യാതെ അച്ഛാ, അച്ഛോ, അച്ഛാ, എന്താടാ അച്ഛാ? അച്ഛാ, അതൊക്കെ സ്വപ്നമാണ് അച്ഛാ. എന്ത് സ്വപ്നമാണ് നീ പറയണേ? എന്റെ അച്ഛ, അച്ഛ ഇന്നലെ ഞാൻ ഇനി എന്തെങ്കിലും കാണും. അച്ഛാ, എന്താടാ അച്ഛ? നമ്മളെ ഇനി പെണ്ണാലോചിക്കും. ഈ സ്ത്രീധനത്തിലൂടെ വേണ്ട. നീ തന്നെയാണോ ഈ പറയണേ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു അത് മതി അച്ഛ. അല്ലെങ്കിൽ ഈ കാലത്തൊക്കെ ആരാ സ്ത്രീധനം പഠിക്കുന്നത്? ഞാൻ ഇന്നലെ കൂടി പത്രത്തിലൊരു വാർത്ത വായിച്ചു. അത് മതിയില്ലേ മോനെ? എനിക്ക് ഇപ്പോഴൊക്കെ മനസ്സിലായല്ലോ ആണിന്റെയും പെണ്ണിന്റെയും മൂല്യം നിശ്ചയിക്കുന്നത് പണത്തിന്റെ മേലല്ലെന്ന്. മനസ്സിലായി, ഒക്കെ മനസ്സിലായി. സാവിത്രി, നീ ഇത് കേൾക്കുന്നില്ല നമ്മുടെ മോൻ പറയുന്നത്? ഇവൻ ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായല്ലോ, എനിക്ക് സമാധാനമായി. ഇനി നമ്മുടെ അമ്മാവനും കൂടെ ആ തിരിച്ചറിവ് ഉണ്ടായാൽ മതി, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അല്ല മോനെ, ഇന്നല്ലേ നീ അമ്മയേക്കാൾ പെണ്ണിനെ പെണ്ണ് കാണാൻ പോകുന്നത്? പോയി ഒരുമിച്ച് ചെല്ലേ. ഓ, അത് വരുന്നുണ്ടോ?
ബ്രോക്കർ ഞാൻ ചായ എടുക്കും. വണ്ടി റെഡി ഹലോ ഇത് നമുക്ക് പറ്റിയ ബന്ധം തന്നെയാണോ തിരക്കേടൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങടാ അമ്മാവാ കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബകാരായുള്ള കാര്യ. ഞാനാ അവന്റെ അച്ഛൻ. നിങ്ങളിങ്ങനെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പോവുക. എന്റെ മോൻ ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. ഇനി അത് മാറ്റാൻ നിൽക്കണ്ട. വാര്യരെ